ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നലത്തെ കുറച്ച് പഴഞ്ചോറുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കുക പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ കുറച്ചധികം വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചോറ് ബാക്കി വന്ന് എന്തായാലും എല്ലാ വീടുകളിലും കൊണ്ടാട്ടം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ചോറെടുത്ത് കുറച്ച് ജീരകം ഇട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. കുറച്ചായിട്ട് അരച്ചെടുക്കുക കേട്ടോ. മുളക് വേണവർക്ക് മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചിട്ടാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആ മുരുക്കിൻ്റെ ചില്ലിലിട്ടിട്ട് പിഴിഞ്ഞിട്ട് വെയിലത്ത് വയ്ക്കുക. നല്ല വെയിലാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഞാൻ ഇതുപോലെ സ്റ്റാറിൻ്റെ ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വെയിലത്തൊക്കെ വെച്ചു. അത് പീച്ചിട്ട ഇതാണ് കേട്ടോ. എനിക്കൊരു ചാക്കിലാണ് കേട്ടോ എനിക്കിട്ട് പാത്രത്തിൽ വയ്ക്കാം കേട്ടോ. പേപ്പറിൽ വയ്ക്കില്ല കേട്ടോ, ന്യൂസ് പേപ്പറിൽ. ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലായിട്ട് നമുക്ക് പൊടിച്ചിട്ട് എന്താ പറയുക, അതിനൊന്ന് രണ്ടാക്കിയിട്ട് ഒടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ടിന്നിലാക്കി വെച്ച കൂടാണ്ട് വർഷങ്ങളോളം ഇരിക്കും കേട്ടോ ഈ സാധനം. പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരാ. കാരണം കുട്ടികൾക്ക് ചായക്കോ അല്ലെങ്കിൽ സ്നാക്സായിട്ട് കൊടുത്ത് വിടാം. അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഒന്ന് കടിച്ച് ഒരു വറ്റൽ അല്ലെങ്കിൽ കൊണ്ടാട്ടം പോലെ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾക്ക് എന്താ പറയുക, മിച്ചം വരുന്ന ചോറ്, ബാക്കി വന്ന ചോറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂത്രം കേട്ടോ. ആരും ചോറ് ബാക്കി വന്നു പറഞ്ഞിട്ട് കളയരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഉപകാരപ്രദമായ സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു സംഭവം കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.